ഹലോ ഹായ്. ഇന്ന് നമ്മൾ നോക്കാൻ പോണത് OPC കമ്പനി. OPC എന്താണ്? 1 പേഴ്സൺ കമ്പനി. പേര് പോലെ തന്നെ അല്ലേ? എന്താണ്? ഒരു പേഴ്സണ് മെമ്പറായിട്ട് ഒരു പേഴ്സണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ OPC കമ്പനി എന്താണ്? മീൻസ് എ കമ്പനി വിച്ച് ഹാസ് ഓൺലി 1 പേഴ്സൺ ആസ് മെമ്പർ. ഒരു പേഴ്സണെ, ഒരാളെ അതിൽ മെമ്പറായിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇനി OPC കമ്പനിയുടെ കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന് പ്രൈവറ്റ് കമ്പനി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇതിനെന്താണ്? പ്രൈവറ്റ് കമ്പനി ആയിട്ടാണ് കൺസിഡർ ചെയ്യണത്. ഓക്കെ. അപ്പോൾ OPC കമ്പനി പ്രൈവറ്റ് കമ്പനി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. അത് രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് അതിൽ എന്താ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ മെമ്പർ എന്നൊക്കെ പറഞ്ഞല്ലോ, ആ മെമ്പർ എങ്ങനെയുള്ളവർക്കാണ് ഇതിൽ മെമ്പർ ആവാൻ പറ്റുക, അല്ലെങ്കിൽ മെമ്പർ നോമിനി ഉണ്ട്. നോമിനിയുടെ കാര്യങ്ങൾ നമുക്ക് പറയാം. അതിന് മുന്നേ എങ്ങനെയുള്ളവർക്കാണ് ആ മെമ്പർ ആവാൻ പറ്റുക അല്ലെങ്കിൽ നോമിനി ആവാൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ. മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ അവർ നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം. മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ അവർ നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം. നാച്ചുറൽ പേഴ്സൺ എന്താണ്? നമ്മളെ പോലെയുള്ളവർ അല്ലേ? അതായത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആവാൻ പാടില്ല. ഒരു കമ്പനിക്ക് OPC ഫോം ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു കമ്പനിക്ക് OPC ഫോം ചെയ്യാൻ പറ്റില്ല. അതെന്തായിരിക്കണം? നാച്ചുറൽ പേഴ്സണ് മാത്രമേ OPC സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അടുത്ത ഒരു പ്രത്യേകതയാണ് എന്തായിരിക്കണം? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. നേരത്തെ മസ്റ്റായിട്ടും, ഇപ്പോൾ നേരത്തെ അല്ല, ഇപ്പോൾ മസ്റ്റായിട്ടും ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നുള്ള ആ ക്രൈറ്റീരിയ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിരുന്നത് റെസിഡൻ്റ് ആയിരിക്കണം. റെസിഡൻ്റ് ആയിരുന്നാൽ മാത്രമേ OPC കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ എന്നാണ് മുന്നേ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. എന്തായാലും ഇന്ത്യൻ സിറ്റിസന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു OPC കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. റെസിഡൻ്റ് എന്നുള്ളത് ഇപ്പോൾ അതൊരു ക്രൈറ്റീരിയ അല്ല. അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇപ്പം ഇല്ല. ഓക്കെ. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൈനറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? മൈനറിന് കനോട്ട് ഫോം OPC ഫോം ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ നോമിനി ആവാനായിട്ടും പറ്റില്ല. മൈനറിന് OPC ഫോം ചെയ്യാനും പറ്റില്ല. അതേപോലെ എന്ത് ചെയ്യാനും പറ്റില്ല? നോമിനി ആവാനായിട്ടും പറ്റില്ല. ഓക്കെ. ക്യാൻ ബി മെമ്പർ ഓർ നോമിനി. മൈനറിന് ഓക്കെ. ആ പോയിന്റ് മനസ്സിലായില്ലേ? മൈനറിന് എന്ത് ചെയ്യാൻ പറ്റില്ല? മെമ്പർ ആവാനോ നോമിനി ആവാനോ പറ്റില്ല. ഓക്കെ. അതാണ് മെമ്പറിനെ കുറിച്ചും നോമിനിയെ കുറിച്ചും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം. ഓക്കെ. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ മിനിമം എത്രയാണ്? ഒരു ഡയറക്ടർ ഉണ്ടായിരിക്കണം. ഇതിൽ മിനിമം 1 ഡയറക്ടർ. മിനിമം 1 ഡയറക്ടർ ഈ OPC കമ്പനിയിൽ മിനിമം 1 ഡയറക്ടർ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? ഒരു മെമ്പറെ ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞില്ലേ? ആ മെമ്പർക്ക് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ മെമ്പർക്ക് തന്നെ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മസ്റ്റായിട്ടും എന്തുണ്ടായിരിക്കണം? ഒരു നോമിനി ഉണ്ടായിരിക്കണം. മസ്റ്റായിട്ടും എന്തുണ്ടായിരിക്കണം? ഒരു നോമിനി ഉണ്ടായിരിക്കണം. ഓക്കെ. മസ്റ്റായിട്ട് ഒരു നോമിനി ഉണ്ടായിരിക്കണം. അത് മൈനർ ആവാൻ പാടില്ല. ആ നോമിനി എന്ത് ചെയ്യാൻ പാടില്ല? വേറൊരു OPCയിലും നോമിനി ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ. വേറൊരു OPCയിലും നോമിനി ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പാടില്ല. ഒരു നോമിനി, അപ്പോൾ ഒരു ഡയറക്ടർ ഉണ്ടായിരിക്കണം. ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആ മെമ്പർ തന്നെ ആവാം. മെമ്പർക്ക് തന്നെ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഒരു നോമിനി ഉണ്ടായിരിക്കണം. അത് മൈനർ ആവാൻ പാടില്ല. ആ നോമിനിക്ക് വേറൊരു OPCയിലും നോമിനി ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ. ഇനി എന്താണ് ഇത്? ഈ OPC കമ്പനിക്ക് എന്താണ്? നേരത്തെ ഈ OPC കമ്പനിക്ക് പ്രൈവറ്റ് കമ്പനി ആയിട്ടോ പബ്ലിക് കമ്പനി ആയിട്ടോ കൺവേർട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആ ലിമിറ്റേഷൻ ഒന്നുമില്ല. ഓക്കെ. എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഈസി ആയിട്ട് കൺവേർട്ട് പ്രൈവറ്റ് ഓർ
പബ്ലിക് കമ്പനി. ഇതെന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. പ്രൈവറ്റ് കമ്പനി ആയിട്ടും പബ്ലിക് കമ്പനി ആയിട്ടും കൺവേർട്ട് ചെയ്യാൻ പറ്റും അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. അതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എങ്ങനെയാണ്? അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. അതിനങ്ങനെ അങ്ങനെ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഒന്നും പറയണില്ല. നേരത്തെ ഉണ്ടായിരുന്നു, ആ ക്രൈറ്റീരിയ നേരത്തെ ഉണ്ടായിരുന്നു. നമ്മുടെ മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ആ ക്രൈറ്റീരിയ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ക്രൈറ്റീരിയ ഒന്നുമില്ല. എന്താണ്? എപ്പോൾ വേണമെങ്കിലും OPC കമ്പനിക്ക് എപ്പോൾ വേണമെങ്കിലും പ്രൈവറ്റ് കമ്പനി ആയിട്ടോ പബ്ലിക് കമ്പനി ആയിട്ടോ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ ഇതിൽ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് സെക്ഷൻ 8 കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. OPC കമ്പനിക്ക് cannot convert സെക്ഷൻ 8 കമ്പനി. സെക്ഷൻ 8 കമ്പനി എന്താണെന്നുള്ളത് നമ്മൾ ഇതിൽ പറയാം. ഓക്കെ, എന്താണ്? സെക്ഷൻ 8 കമ്പനി ആയിട്ട് ഈ OPC കമ്പനിക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. എന്താണ് സെക്ഷൻ 8 എന്ന് വെച്ചാൽ നോൺ പ്രോഫിറ്റ് കമ്പനിയാണ്. ഓക്കെ, അത്രയും മാത്രം മനസ്സിലായി. ബാക്കി നമുക്ക് പഠിക്കാനുണ്ട്, വഴിയെടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്? കൺവേർട്ട് ചെയ്യാനായിട്ട് സെക്ഷൻ 8 കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് കമ്പനിയായിട്ടോ പബ്ലിക് കമ്പനിയായിട്ടോ എപ്പോൾ വേണമെങ്കിലും അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്? ഇവർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ആ പോയിന്റ് ആ കനോട്ട് എന്നുള്ളതിൻ്റെ കൂടെ തന്നെ നോട്ട് ചെയ്ത് വെച്ചോ. കനോട്ട് അണ്ടർടേക്ക് ഫിനാൻഷ്യൽ ആക്ടിവിറ്റി ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി. നിങ്ങൾക്ക് ഇത്ര താഴത്തോട്ട് വന്നാൽ കാണാൻ പറ്റുമോ? നോക്കാം. കനോട്ട് അണ്ടർടേക്ക് ഫിനാൻഷ്യൽ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റി. ഓക്കെ, ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെക്ഷൻ 8 കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയോ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റിയോ നടത്താനായിട്ട് സെക്ഷൻ 8 കമ്പനിക്ക് OPC കമ്പനിക്ക് പറ്റില്ല. ഓക്കെ, അത് ഇനിയുള്ള ഒരു പോയിന്റ്. അതേപോലെ തന്നെ OPC കമ്പനീന് സ്മോൾ കമ്പനിയുടെ എല്ലാ ബെനിഫിറ്റും OPC കമ്പനിക്ക് സ്മോൾ കമ്പനിയുടെ എല്ലാ ബെനിഫിറ്റും കിട്ടും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്മോൾ കമ്പനി നമുക്ക് പഠിക്കാം. സ്മോൾ കമ്പനിയുടെ എല്ലാ ബെനിഫിറ്റും കിട്ടും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രൈറ്റീരിയ ഏതാണ്? സെക്ഷൻ 285 പറഞ്ഞിരിക്കണം. സെക്ഷൻ 285 എന്തിനെക്കുറിച്ച് പറഞ്ഞിരിക്കണേ? സ്മോൾ കമ്പനീനെ കുറിച്ച് പറഞ്ഞിരിക്കണേ. ആ സ്മോൾ കമ്പനീനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ ക്രൈറ്റീരിയാസും നമ്മൾ ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ OPC കമ്പനീന് സ്മോൾ കമ്പനിയുടെ എല്ലാ ബെനിഫിറ്റും കിട്ടുന്നതാണ്. ഓക്കെ, OPC കമ്പനിക്ക് ഇതിൻ്റെ എല്ലാ ബെനിഫിറ്റും കിട്ടുന്നതാണ്. ഇനി എന്താണ്? ഇനി അടുത്ത എന്താണ്? ഇനി നമുക്ക് എന്താ നോക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന് AGM, ഓക്കെ, ആനുവൽ ജനറൽ മീറ്റിംഗ്, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. എങ്ങനെയുള്ളതെന്നൊക്കെ നമുക്ക് പറയാനുണ്ട്. ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തേണ്ട കാര്യമൊന്നും ഈ OPC കമ്പനിക്ക് വരുന്നില്ല. ഓക്കെ, ഹോൾഡ് AGM. ഓക്കെ, ഇതിന് AGM ഒന്നും ഹോൾഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അത് വേറൊരു പോയിന്റ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് OPC കമ്പനിക്ക് എന്തായാലും നമ്മൾ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഒരു OPC കമ്പനിക്ക് മസ്റ്റായിട്ടും ഒരു നോമിനി വേണമെന്ന്. കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് തന്നെ ചിന്തിക്കാം അല്ലേ? ആ ഒരു കമ്പനി എന്ന് പറയാൻ നേരത്തെ അവിടെ എന്താണ്? ഒരു പേഴ്സണേ മെമ്പറായിട്ടുള്ളൂ അല്ലേ? ആ ഒരു പേഴ്സണ് ഡെത്തോ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റിയോ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത ഒരാൾ അത് ഏറ്റെടുക്കാനായിട്ട് വേണ്ടേ? അത് ഏറ്റെടുത്ത് നടത്താനായിട്ട് വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം? അത് ഒരു നോമിനി മസ്റ്റായിട്ടും വേണം എന്ന് പറയണത്. അപ്പോൾ ആ മെമ്പർക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ നോമിനി എന്ത് ചെയ്യും? നോമിനി ആ സ്ഥാനത്തേക്ക് വരും. അതായത് മെമ്പറായിട്ട് നോമിനി ആക്ട് ചെയ്യും. ഓക്കെ, ഇപ്പം നമ്മൾ OPC കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആ OPC കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോണ ആ ടൈമിൽ തന്നെ മെമ്പറിൻ്റെ പേരും നമ്മൾ എന്ത് ചെയ്യും? MOA മെമ്പറിൻ്റെ പേര് കൂടി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ എന്ത് ചെയ്യും? ആ മെമ്പറിൻ്റെ കൺസെൻറ്റും വാങ്ങിയിരിക്കണം. ആ മെമ്പറിൻ്റെ കൺസെൻറ്റ് നോമിനി ആവാനുള്ള നോമിനിയുടെ കൺസെൻറ്റ്
നോമിനിയുടെ കൺസെൻറ്റ് വാങ്ങേണ്ടത് ഏതിലാണെന്ന് അറിയാവോ? INC 3 നോമിനിയുടെ കൺസെൻറ്റ് വാങ്ങേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു OPC കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകാൻ നേരത്ത് നമ്മൾ നോമിനീനെ ഡിസൈഡ് ചെയ്യണം. ആ നോമിനീനെ ഡിസൈഡ് ചെയ്ത് മാത്രം പോരാ, അവരുടെ അവർ MOAയിൽ അവരുടെ പേര് മെൻഷൻ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ആ നോമിനിയുടെ കൺസെൻറ്റ് വാങ്ങിയിരിക്കണം. ആ കൺസെൻറ്റ് ഏതിലാണ് വാങ്ങിയിരിക്കണം? INC 3 എന്നുള്ള ഫോമിലാണ്. ഇതൊക്കെ INC 3 അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. ഇപ്പോഴും നിങ്ങൾ നോട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കുള്ളൂ. അപ്പോൾ INC 3 അതെന്ത് ചെയ്യേണ്ടത്? അത് ഫയൽ ചെയ്യേണ്ടത്. നോമിനിയുടെ കൺസെൻറ്റ് ഫയൽ ചെയ്യേണ്ടത് ഏതിലാണ്? INC 3 ROCക്കാണ് അത് ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മൾ എന്താ പറഞ്ഞത്? അപ്പോൾ ഇൻകോർപ്പറേഷൻ സമയത്ത് നോമിനിയുടെ കൺസെൻറ്റ് കൂടി ചേർത്ത് INC 3 നമ്മൾ ROCക്ക് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഈ നോമിനിക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. അതായത് നോമിനി ആവാനായിട്ട് എനിക്ക് താല്പര്യമില്ല, എനിക്ക് നോമിനി ആവാനായിട്ട് ഇഷ്ടമില്ല, ഞാനിത് സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്നുള്ളതാണെങ്കിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നോമിനിക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, ആ അങ്ങനെ വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? നോമിനി എന്ത് ചെയ്യണം? അത് മെമ്പറിനും കമ്പനിക്കും അതിൻ്റെ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അങ്ങനെ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ നോമിനിക്ക് ഈസി ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. നോമിനി മെമ്പർക്ക് ഒരു നോട്ടീസ് കൊടുക്കണം, അതേപോലെ ഞാൻ വിഡ്രോ ചെയ്യുവാണെന്നുള്ള പോലെ. അതേ കമ്പനിക്ക് ഒരു നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ നോമിനിക്ക് നോമിനി ആവണ്ട, പിന്നീട് അയാൾ ഫ്രീ ആയിട്ടിരിക്കാം. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മെമ്പർക്ക് ഇനി അടുത്ത എന്ത് പണി വന്നു? മെമ്പർക്ക് എന്തായാലും നോമിനി വേണം അല്ലേ? നോമിനി ഒരാൾ പോയിന്ന് വെച്ചാൽ ഇനി പോയി എന്ന് പറഞ്ഞ് കൈകെട്ടിയിരിക്കാൻ പറ്റുമോ? ഇല്ല. മെമ്പർക്ക് എന്ത് ചെയ്യണം? അടുത്ത ആളെ നോമിനിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണം. അടുത്ത ആളെ നോമിനിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണത് എപ്പോഴാണ്? 15 ഡേയ്സിനുള്ളിൽ അടുത്ത ആളെ നോമിനിയായിട്ട് ന്യൂ നോമിനീനെ എത്രയിലാണ്? വിത്തിൻ 15 ഡേയ്സിനുള്ളിൽ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. വിത്തിൻ 15 ഡേയ്സിനുള്ളിൽ പുതിയ നോമിനീനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? അത് 30 ഡേയ്സിനുള്ളിൽ വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ROCക്ക് ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. നമ്മൾ ROCക്ക് ഫയൽ ചെയ്യണത് എത്ര ഡേയ്സിനുള്ളിലായിരിക്കും? വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ. ഓക്കെ, വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ROCക്ക് ഫയൽ ചെയ്യണം. അപ്പോൾ നമ്മൾ 15 ഡേയ്സിനുള്ളിൽ അടുത്ത നോമിനീനെ അപ്പോയിൻറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ROCക്ക് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ ROCക്ക് നമ്മൾ പുതിയ നോമിനീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ROCക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം. ആ ഫയൽ ചെയ്യേണ്ട ഫോം അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പറയാൻ പറ്റുമോ? ആ ഫയൽ ചെയ്യേണ്ടത് INC 4 ആ ഫയൽ ചെയ്യേണ്ടത്. നോമിനിയുടെ ഫോം എന്താണ്? INC 4 അത് ഫയൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ പുതിയ നോമിനി, അപ്പോൾ നമുക്ക് നോമിനീനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അയാൾക്ക് അത് ഇഷ്ടമല്ല, കുറച്ച് നാൾ കഴിഞ്ഞ് അയാൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് അയാൾക്ക് വിഡ്രോ ചെയ്യാമെന്ന് പറഞ്ഞു. വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 15 ഡേയ്സിനുള്ളിൽ നമ്മൾ പുതിയ നോമിനീനെ തപ്പിയെടുക്കണമെന്ന് പറഞ്ഞു. അത് ROCക്ക് ഫയൽ ചെയ്യേണ്ടത് 30 ഡേയ്സിനുള്ളിലാണെന്ന് പറഞ്ഞു. അത് INC 4 നമ്മൾ പറഞ്ഞു. INC 3 എന്നുള്ളത് ഫസ്റ്റ് ടൈം നോമിനീനെ അപ്പോയിൻറ്റ് ചെയ്യാൻ നേരത്ത് അവരുടെ കൺസെൻറ്റ് ഇൻകോർപ്പറേഷൻ്റെ ഒപ്പം ഫയൽ ചെയ്യേണ്ട ഫോമാണ് INC 3 എന്ന് പറയണത്. ഓക്കെ, ഇനി അതിൻ്റെ ഇടയിൽ ശരി, ഈ നോമിനിയുടെ കാര്യം അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി പറയാം. ഇനി ഇപ്പം നമുക്ക് തന്നെ തോന്നുവാണ് എന്താണ്? ഈ നോമിനീനെ വേണ്ട, നമുക്ക് വേറൊരാളെ നോമിനിയായിട്ട് ചേർക്കാം എന്ന് തോന്നുവാണെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും? അതും പ്രശ്നമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ആ നോമിനീനെ ചേഞ്ച് ചെയ്യാം. ആ ചേഞ്ച് ചെയ്ത് കളഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഒരു 30 ഡേയ്സിനുള്ളിൽ ഇതേ INC 4 തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫയൽ ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മെമ്പർ എന്തെങ്കിലും ഇൻ കേസ് ഡെത്തോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻകപ്പാസിറ്റിയോ ഡെത്തോ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? നോമിനി ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും? ഓട്ടോമാറ്റിക്കലി അവർ അവിടുത്തെ മെമ്പറായിട്ട് മാറും അല്ലേ? നോമിനി ഓട്ടോമാറ്റിക്കലി അത് മെമ്പറായിട്ട് മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഓൾഡ് നോമിനി അല്ലേ ഇപ്പം എന്തായിട്ട് വന്നത്? ന്യൂ മെമ്പറായിട്ട് വന്നത്. അപ്പം അവരെന്ത് ചെയ്യണം? അത് ഇപ്പം മെമ്പർ നമ്മളാണെന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? വിത്തിൻ 15 ഡേയ്സിനുള്ളിൽ ROCക്ക് നമ്മൾ ഫയൽ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ എന്താണ്? നമ്മളാണ് ഇപ്പോൾ പുതിയ മെമ്പറായിട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് ROCക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം. ഓക്കെ,
എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പുതിയൊരു പുതിയൊരു നോമിനീനെ തിരഞ്ഞെടുത്തിട്ട് അതും എന്ത് ചെയ്യണം, ഫയൽ ചെയ്യണം. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ പറഞ്ഞു എന്താണ്, നോമിനിയായിട്ട് വേറെ ഒരു കമ്പനിയിൽ കൂടുതൽ നമ്മൾ ആക്ട് ചെയ്യാനായിട്ട് പാടില്ല അല്ലേ, ഒരാൾക്ക് ഒരു കമ്പനിയിൽ മാത്രമേ നോമിനി ആയിട്ട് ഇരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ പറയാണ് എക്സ് കമ്പനി ഉണ്ട്. ഓക്കെ, എസ് കമ്പനിയിലെ മെമ്പർ അത് മിസ്റ്റർ എ ആണ്. ഓക്കെ, എസ് കമ്പനിയുടെ മെമ്പർ മിസ്റ്റർ എ ആണ്. ഇനി അതേപോലെ തന്നെ വൈ കമ്പനി ഉണ്ട്. വൈ കമ്പനിയുടെ മെമ്പർ മിസ്റ്റർ വൈ ആണ്. ബട്ട് അവിടുത്തെ നോമിനി മിസ്റ്റർ എ ആണ്. മനസ്സിലായോ? രണ്ട് കമ്പനി ഉണ്ട്. ഒന്ന് എക്സ് കമ്പനി ഉണ്ട്, ഒരു വൈ കമ്പനി ഉണ്ട്. എസ് കമ്പനിയുടെ മെമ്പർ മിസ്റ്റർ എ ആണ്. നമുക്ക് അവിടുത്തെ നോമിനിയുടെ ആവശ്യമില്ല, അത് വിട്ടുകളാം. വൈ കമ്പനിയുടെ മെമ്പർ മിസ്റ്റർ വൈ ആണ്. നോമിനി ഈ മിസ്റ്റർ എ ആണ്. എക്സ് കമ്പനിയുടെ മെമ്പറാണ് ഇവിടുത്തെ നോമിനി ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ്, ഒരാൾ ഒരു കമ്പനിയിലെ മെമ്പറുമായി അടുത്തൊരു കമ്പനിയുടെ നോമിനിയായി. ഓക്കെയാണ് അല്ലേ? ഒരാൾക്ക് എന്താണ് ഒരു നോമിനി ആവാൻ പാടുള്ളൂ, അത് ഓക്കെയാണ്, ആ ക്രൈറ്റീരിയ ഓക്കെയാണ്. ഇപ്പോൾ പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ വൈക്ക് എന്തെങ്കിലും ഡെത്ത് സംഭവിക്കുക അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി എന്തെങ്കിലും വന്നു. ഓക്കെ, അപ്പം ആ സ്ഥാനത്തേക്ക് ഈ നോമിനി ആയിരുന്ന മിസ്റ്റർ എ ആണ് വന്നത്. മെമ്പറായിട്ട് ഈ മിസ്റ്റർ എ ആണ് ആ സ്ഥാനത്തേക്ക്, നോമിനിയാണല്ലോ, പിന്നെ പെട്ടെന്ന് ആ സ്ഥാനത്തേക്ക് മെമ്പറായിട്ട് വരുള്ളൂ. അങ്ങനെ ആ സ്ഥാനത്തേക്ക് മെമ്പറായിട്ട് വന്നത് ആരാണ്? ഈ മിസ്റ്റർ എ ആണ്. ഇപ്പം നോക്കി, മിസ്റ്റർ എ എന്ന് പറയുന്നത് എന്തായി? എസ് കമ്പനിയിലെയും മെമ്പറാണ്, വൈ കമ്പനിയുടെയും മെമ്പറാണ് അല്ലേ? ഇത് നമുക്കൊരു സാഹചര്യം കൊണ്ട് വന്നതാണ് വൈ കമ്പനിയിലെ മെമ്പർ. ശരിക്കും അവരെന്താണ്? എസ് കമ്പനിയുടെ മെമ്പറാണ്. അപ്പം എന്ത് ചെയ്യണം? നമുക്ക് എന്തൊക്കെ വന്നാലും രണ്ട് കമ്പനിയിൽ അങ്ങനെ ഇരിക്കാനായിട്ട് പാടില്ല അല്ലേ? അങ്ങനെ ഇരിക്കാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് പക്ഷെ സാഹചര്യം കൊണ്ട് വന്നു പോയതാണ്, ശരിക്കും ആക്ച്വലായിട്ട് വന്നതല്ല അല്ലേ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു OPCയിലെ മെമ്പർ ആവാനേ പാടുള്ളൂ. അത് നമുക്ക് ചൂസ് ചെയ്യാം. ഏത് കമ്പനി വേണം, മിസ്റ്റർ എക്സ് കമ്പനി വേണോ വൈ കമ്പനി വേണോ എന്ന് മിസ്റ്റർ എക്ക് ചൂസ് ചെയ്യാം. അത് ചൂസ് ചെയ്യണതിന് ഒരു പീരീഡ് ഉണ്ട്. 180 ഡേയ്സിനുള്ളിൽ അത് ചൂസ് ചെയ്ത് ROCക്ക് ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, 180 ഡേയ്സിനുള്ളിൽ നമ്മൾ ഏത് കമ്പനി വേണം, എനിക്ക് എക്സ് കമ്പനി വേണോ, അല്ല അതിൽ ലാഭമാണെന്ന് ഞാൻ നോക്കിയപ്പോൾ വൈ കമ്പനി, ശരി എന്നാൽ എൻ്റെ കമ്പനി അവിടെ കിടക്കട്ടെ, ഞാൻ വൈ കമ്പനിയിൽ എടുത്തോളാം, ഏത് വേണമെങ്കിലും ഓക്കെ. പക്ഷേ അത് എത്ര ദിവസത്തിനുള്ളിലാണ്? 180 ഡേയ്സിനുള്ളിൽ അത് വൈ കമ്പനി വേണോ എക്സ് കമ്പനി വേണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്ത് അത് പറഞ്ഞിരിക്കണം. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിനെക്കുറിച്ചുള്ളത്, OPC കമ്പനീനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ OPC കമ്പനീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ OPC കമ്പനിയുടെ സെക്ഷൻ ഏതാണെന്നറിയോ? 262 ആണ് അതിൻ്റെ സെക്ഷനായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അത് ഞാൻ പറയാൻ വിട്ടുപോയി, അതിൽ തന്നെ പറയേണ്ടായിരുന്നു. 262 ആണ് അതിൻ്റെ സെക്ഷനായിട്ട് പറയേണ്ടത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് OPC കമ്പനി ഇൻ കേസ് എന്തെങ്കിലും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തി തന്നെ നിങ്ങൾ എഴുതാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, പോയിന്റ് ഒന്നും വിട്ടുകളയരുത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ.